വെൽക്കം ടു മൈ ചാനൽ. പ്രിയ അധ്യാപകന് ഒരു സ്നേഹാദരവും അതുപോലെ തന്നെ പഠിച്ച സഹപാഠികൾക്കുള്ള ഒരു സ്നേഹാദരവും നമ്മൾ ഇവിടെ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ വിശേഷണങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദരവ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അമൂല്യമായ ഒരു സ്വത്ത് തന്നെയാണ് ആ ഒരു ആദരവ്. നൗഷാദാണ് നമ്മളെ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയാണ്. വർക്ക് ചെയ്യുന്ന അബുദാബിയിലാണ്. മുബാർക്ക് പറഞ്ഞമായിട്ട് മറ്റു ദിവസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഡ്രൈവറായിട്ടും ബിആർ വർക്കായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു വർഷമായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. വൈലത്തൂരാണ്. കുറേ ആൾക്കാരൊക്കെ ഞാൻ മുമ്പ് പരിപാടിന് മുമ്പായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. പിന്നെ വൈലത്തൂർ വരികയാണെന്നുണ്ടെങ്കിൽ കാലങ്ങൾക്ക് ശേഷമുള്ള പരിചയം കൊടുക്കാം. ഇപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈയുടെ ബിസിനസ് ബേക്കറി പരിപാടിക്ക് പോകുന്നത്. എൻ്റെ വീട് ഇവിടെ കരിഞ്ചേരി 4 മണി വഴി ഇവിടുന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ. എൻ്റെ കല്യാണം കഴിഞ്ഞത് പുറത്തൂരാണ്. എൻ്റെ ഹസ്ബൻഡ് പേര് റഹീമാണ്. എനിക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. ഇത് വലിയപ്പുറം ഹസ്ബൻഡ് ദുബായിലാണ്, 3 മക്കളാണ്. ബീഗം സുമയ്യ പട്ടപ്പാട് കല്യാണം ചെയ്ത്, ഹസ്ബൻഡ് അജ്മാന്, 2 മക്കൾ. എൻ്റെ പേര് ജുബൈരത്ത്. തെയ്യാലാണ് കല്യാണം കഴിച്ചത്, ഒരു മോനുള്ളൂ. ഞാൻ പെരിഞ്ചേരിയിലാണ്. എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. ഞാൻ ഒരു വീട്ടിൽ 4 മക്കളുണ്ട്. നമ്മളുടെ ഇതിനൊപ്പം കൂടിയ കുട്ടികള് എടുത്തത് മാറില്ല അല്ലാതെ പോയിരിക്കേ. സൗക്കത്ത് അവർക്കുണ്ടായിരുന്നോ? സൗക്കത്ത് വിളിക്കണ ഫോട്ടോ അതാ പേര് വെളുത്ത ഫോട്ടോ
ഈ ഒരു വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ച വിദ്യാലയവും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ആ ഒരു കാലഘട്ടമൊക്കെ ഓർത്തെടുക്കുമ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു അമൂല്യമായൊരു സമ്പത്താണ് എന്ന് നമുക്ക് പിൻകാലത്താണ് മനസ്സിലാവുക. ആ ഒരു കാഴ്ചകളാണ് ഈ ഒരു വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. അത് പൂർണ്ണമായിട്ടും അത് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ ആ ഒരു സൗഹൃദവും ആ ഒരു അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും അതുപോലെ തന്നെ കൂടെ പഠിച്ച സഹപാഠികളും അവരുടെ മക്കളും അവരുടെ കുടുംബവും ഒന്നടങ്കം ഒരു ദിവസം ചിലവഴിച്ച ആ ഒരു നല്ല ആ ഒരു മുഹൂർത്തം, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അമൂല്യ ബാല്യകാലം അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഒരു മീറ്റപ്പിലൂടെ സാധിച്ചത്. ഇതുതന്നെയാണ് നമ്മൾ അടുത്ത തലമുറയിലേക്കും നമ്മൾ പകർന്ന് കൊടുക്കേണ്ടത്, ഈ ഒരു സന്ദേശം. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മബന്ധങ്ങളും അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളും ഒക്കെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് വരും തലമുറക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും അത് ഏറ്റവും വലിയ ഒരു വിലപ്പെട്ട കാര്യമാകും എന്നതിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. കാരണം ആ ഒരു നമ്മൾ പഴയ കാലത്തെ ആ ഒരു കൂടിച്ചേരൽ, അതുപോലെ തന്നെ ആ ഒരു സൗഹൃദ ബന്ധം അത് പുതുക്കുക, അതുപോലെ തന്നെ നമ്മൾ കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു കാഴ്ചപ്പാടും എല്ലാം ഇതിലൂടെ നമുക്ക് വലിയ രീതിയിൽ ഒരു അനർത്ഥമാക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ സുഹൃത്തുക്കളും നൽകിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ധാരാളം ബാച്ചുകളാണ് CPP-HMHS ഒഴൂർ സ്കൂളിൽ നിന്നും കഴിഞ്ഞു പോയത്. ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് ബാച്ചുകൾ ഇവിടെ മീറ്റപ്പ് നടത്തിയിട്ടുണ്ട്. നല്ലൊരു പരിപാടി തന്നെയാണ് സഹപാഠികളൊന്നടങ്കം ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേക ഒരു കാര്യം നമ്മളോട് എടുത്തു പറയേണ്ടതുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാമിൻ്റെ A to Z തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ പഠിച്ചു പോയ പഴയകാല ഈ സ്കൂളിൽ ഓർമ്മിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവരൊക്കെ നാളെ ഈ ഒരു വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ തങ്ങളുടെ സഹപാഠികൾ ഒന്നടങ്കം സ്കൂളിൽ ഒത്തൊരുമിക്കുകയും ഇതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദമാകുന്നതും അതുപോലെ തന്നെ പഠിച്ച സ്കൂളിനും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ ആ പഠിച്ചിറങ്ങിയത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു നമ്മൾ പഠിച്ച സ്ഥാപനത്തിന് ഒരു പരിപൂർണതയിൽ എത്തിക്കാൻ തീർച്ചയായും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് ഒരു പരിധിവരെ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളെ എല്ലാവരും സഹപാഠികളുടെയും വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാകും. അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളും നല്ല സന്ദേശവും നമ്മൾ സമൂഹത്തിന് നൽകണം എന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ സഹപാഠികളൊന്നടങ്കം നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും എന്ന്